മറ്റൊന്ന് പറയാനുള്ളത് നമ്മുടെ ടോം ആൻഡ് ജെറി കോംബോനെ കുറിച്ച് പ്രധാനമായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ എല്ലാവരും ഫുൾ വീഡിയോ കാണാനായിട്ട് മറക്കരുത്. ജിസയിലും ആര്യനും തമ്മിൽ എന്താണ് റിലേഷൻ എന്നുള്ളത് ലവർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പ്രണയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പക്ഷേ ഫ്രണ്ട് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിന് മുകളിലാണ് ഞങ്ങൾ. അത് കാണുന്ന സമയത്ത് നമുക്ക് പോലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചിരി വരും, സന്തോഷം വരും. ആ ഇഷ്ടം കൊണ്ട് നമ്മൾ എന്ത് രസമാണ് അവരെ കാണാനായിട്ട്, ആ കോംബോ കാണാൻ നമുക്ക് തന്നെ തോന്നിപ്പോകും. സത്യമായിട്ടും എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കുന്നത്. പക്ഷേ അതിലെ ഒളിഞ്ഞിരിക്കുന്നത് വലിയൊരു ചതിയാണ് അതിൽ ഒളിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇവരുടെ ഈ കോംബോ ഹിറ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം അവിടെ ലൈവില് ജിസേലിനോടുള്ള പ്രണയം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ആര്യൻ. മറ്റാരോടല്ല, നമ്മുടെ റിയാസിനോടാണ് തുറന്നു പറഞ്ഞിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കോംബോ ആണ് നമ്മുടെ ഷാനവാസിന്റെയും അനീഷിന്റെയും. ആ കോംബോ ഇപ്പോൾ സക്സസ് ആയിരിക്കാണ്. ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് അനീഷ് അവിടെ ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ്. നമ്മളത് കണ്ട സമയത്ത് നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയ ഒരു സീനാണ്. പക്ഷേ ഈ ഒരു കോംബോ എന്ന് പറയുന്നത് 8ന്റെ പണി ബിഗ് ബോസ് പ്രേക്ഷകർക്ക് തന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ, അതിൽ 8ന്റെ പണിയാണ് തുടർന്ന് വരുന്നത്. വീട്ടിൽ എന്തെങ്കിലും ഒരു പണി എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മടിയുള്ള ഒരു വ്യക്തിയാണ് ആര്യൻ. എന്ത് പണിയും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പോയിരുന്ന് ഇളിക്കും, എന്ന് പറഞ്ഞിട്ട് ഇളിച്ച് കോപ്രായം കാണിക്കാൻ മാത്രം അറിയാവുന്ന ആര്യന്റെ കാട്ടായങ്ങൾ. ബാക്കിയുള്ളവർക്ക് എത്രത്തോളം ഇറിറ്റേഷൻ വന്നാലും അവൻ ഒരു ചുക്കൂല, അവൻ കളിയാക്കി ചിരിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ വെക്കാനുണ്ടായിരുന്ന കറിയിലെ ഉപ്പ് വാരിയിടുന്നു, അതിനുശേഷം വീണ്ടും ഉപ്പ് വാരിയിടുന്നു. നല്ല രസമുള്ള കാര്യമായിരുന്നു ആര്യ. നിന്റെ വിചാരം ഇത് ഭയങ്കര ഗെയിമാണ്, അല്ലാന്നുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും എന്നാണെങ്കിൽ ഒരു ചുക്കൂല്ല എന്നാണ് ആര്യന്റെ അടുത്ത് പറയാനുള്ളത്. പിന്നെ ഞാൻ മറ്റൊന്ന് പറയാനുള്ളത്, നമ്മുടെ ടോം ആൻഡ് ജെറി കോംബോനെ കുറിച്ച് പ്രധാനമായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ എല്ലാവരും ഫുൾ വീഡിയോ കാണാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പറയാൻ വന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ജിസയിലും ആര്യനും തമ്മിൽ എന്താണ് റിലേഷൻ എന്നുള്ളത് നമ്മുടെ ഷിയാസിന് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പൊ ഷിയാസ് അതുമായി ബന്ധപ്പെട്ട് അവിടെ ആര്യന്റെ അടുത്ത് ചോദിച്ചു, എന്താണ് നീ ഇവിടെ ആരെയാണ് വളച്ചൊടിച്ച് വെച്ചിരിക്കുന്നത്, നീ ആരാണ് ഇവിടെ സോപ്പിട്ട് വെച്ചിരിക്കുന്നത്, നിനക്ക് ആരാണ് അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിയിൽ അവിടെ നമ്മുടെ ഷിയാസ് ചോദിച്ചു ആര്യന്റെ അടുത്ത്. അപ്പൊ ആര്യം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്കിവിടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഇവിടെ ജിസയിലാണ്. ജിസയിലുമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പിനും മുകളിലാണ്. അത് ലവർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പ്രണയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പക്ഷേ ഫ്രണ്ട് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിന് മുകളിലാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നാണ് ആര്യൻ അവിടെ പറയുന്നത്. ഇപ്പോ ഇത് കേട്ട സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ മുൻ സീസണിലെ ജാസ്മിൻ ഗബ്രി കോംബോ ഉണ്ടല്ലോ, അതിലും ഇതുപോലെ തന്നെയായിരുന്നല്ലോ ജാസ്മിൻ ഗബ്രി പറഞ്ഞിരുന്നത്, ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്, പക്ഷെ അതിന് മുകളിലുള്ള ബന്ധമാണ്, എന്നാൽ ഞങ്ങൾ ലവേഴ്സ് അല്ല. ഇതേ രീതിയിലുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ആര്യനും അവിടെ പറഞ്ഞത്. അപ്പൊ അതെന്താണ് അങ്ങനെ ചോദിച്ച സമയത്ത് അവിടെ പറയുന്ന റീസൺ, എനിക്ക് വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്തു തരും, എന്നെ അത്രയും കെയറിങ് ആണ്, എന്നോട് അത്ര ഇഷ്ടമാണ്, അതുപോലെ തന്നെ തിരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടം ഞങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. ഇനി അതിലേക്ക് മുകളിലേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഞങ്ങൾ തമ്മിലുള്ളത്, ഒരു ഫ്രണ്ട് അല്ല, ഫ്രണ്ട്സിനും അപ്പുറമുള്ള ഒരു ഇഷ്ടം, എന്നാൽ അത് പ്രണയമല്ല. ഈ ഒരു ഡയലോഗാണ് എന്തായാലും പറഞ്ഞിട്ടുള്ളത്. എപ്പിസോഡിൽ ഇത് കാണിച്ചിട്ടില്ല, ലൈവ് കണ്ടവർ മാത്രമേ ഈ സീൻ കണ്ടിട്ടുണ്ടാവുള്ളൂ. സംഭവം അപ്പൊ അവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർവചനമില്ലാത്ത ഒരു ബന്ധമാണെന്നാണ് ഇപ്പൊ അവർ തന്നെ പറഞ്ഞത്. കഴിഞ്ഞ സീസണിൽ ഉണ്ടായതുപോലെ തന്നെ നിർവചനമില്ലാത്ത ബന്ധവുമായി ഇപ്പൊ വീണ്ടും ആര്യനും ജിസയിലും വന്നിരിക്കുകയാണ്. കഴിഞ്ഞ സീസണിലെ ജാസ്മിനും ഗബ്രിയും ആവാനുള്ള ശ്രമമാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ബാക്കി കണ്ടിട്ട് തുടർന്നുള്ള എപ്പിസോഡുകൾ കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം ഇവരുടെ പ്ലാനിങ് എന്താണ് എന്നുള്ള കാര്യം. പിന്നെ ഞാൻ പറയാൻ വന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ആര്യൻ പണിയെടുക്കാനായിട്ട് ഇതുപോലെ മടിയുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. അവിടെ പാത്രം കഴുകാനായിട്ട് ഷിയാസ് പറഞ്ഞിട്ട് 2 പാത്രവും 2 പ്ലേറ്റും കഴുകിയിട്ട് ഞാൻ പാത്രം കഴുകിയെന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ഷാനവാസുമായിട്ട് വഴക്കിടുന്നത്. ഷാനവാസ് അവിടെ പട്ടിയെ പോലെ പണിയെടുക്കുന്ന ആൾക്കാരായിരുന്നു ഷാനവാസും അനീഷും. അവർ 8ന്റെ പണി വീണ്ടും വീണ്ടും കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഷിയാസ് വന്നിട്ട് അവിടെ ഇവിടെ ഒക്കെ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് വീണ്ടും വീണ്ടും പണിയെടുപ്പിക്കുന്നു. ബെഡ്റൂം ആകെ വൃത്തികേടാക്കാനായിട്ട് ആര്യന്റെ അടുത്ത് പറഞ്ഞിട്ട് ആര്യം ബെഡ്റൂം മുഴുവൻ വൃത്തികേടാക്കുന്നു. എന്നിട്ട് ഇവരെ കൊണ്ട് വീണ്ടും വീണ്ടും പണിയെടുപ്പിച്ച് അനീഷിനെ പ്രൊവോക്ക് ചെയ്യാനോ ഷാനവാസിനെ പ്രൊവോക്ക് ചെയ്യാനോ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ 2 പേരും ആ പ്രൊവോക്കിങ്ങിൽ വീണില്ല. 2 പേരും കൂളായിട്ട് അതിനെ നേരിടുന്ന കണ്ടു. എന്തായാലും റിയാസിന്റെ ആ ഒരു ശ്രമം എന്ന് പറയുന്നത് പരാജയപ്പെട്ടു പോയി, അതിങ്ങനെ ചുറ്റിപ്പോയി. റിയാസോടെ കഷ്ടപ്പെട്ട് കുറച്ചൊക്കെ പ്ലാൻ ചെയ്ത് നോക്കിയതാണെന്ന് തോന്നുന്നു. സംഭവം എന്തായാലും ചീറ്റിപ്പോയി. അനീഷിന്റെ അടുത്തും അതുപോലെ തന്നെ ഷാനവാസിന്റെ അടുത്തും ആ പ്ലാനിങ് ഒന്നും നടന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അവിടെ ആര്യനെ കൊണ്ടും ആദിലേനെ കൊണ്ടും കറിയിൽ ഉപ്പ് വാരിയിടിക്കുന്നുണ്ടായിരുന്നു.
ഉപ്പിട് എന്നുള്ളത് റിയാസ് അല്ല പറഞ്ഞത്, നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് അവിടെ റിയാസ് കൊടുത്തത്. എന്നിട്ടാണ് ഇവർ പോയി കറിയിൽ ഉപ്പ് വാരിയിടുന്നതും പിന്നീട് ഉനിയിലായിട്ടുള്ള ഉഗ്രം വഴക്കം നടക്കുന്നതും. ഇത് കണ്ട സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, റിയാസിന്റെ ഫേവറേറ്റ്സ് ഉണ്ട് അവിടെ കുറച്ച്. അവര് എന്ത് ചെയ്താലും പ്രശ്നമില്ല, അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ ആര്യൻ ഫേവറേറ്റ് ആണ്, ആദിലെ ഫേവറേറ്റ് ആണ്. ആദിലെ ആര്യനാണല്ലോ ഏറ്റവും കൂടുതൽ കൂടെ നടന്നിരുന്നത്. പിന്നെ അക്ബറിനോട് ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ ഇവരുടെ അടുത്തുള്ള ഇഷ്ടം മൂലം ഇവർക്ക് കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇവർക്ക് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവരോട് എന്ത് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഇവരെ അഴിച്ചു വിട്ടിരിക്കുന്ന പോലെയായിരുന്നു റിയാസിന്റെ അവിടുത്തെ പെരുമാറ്റ രീതി. പിന്നെ നിങ്ങൾക്കറിയാം, ലക്ഷ്മിയുടെ അടുത്ത് ചൊറിഞ്ഞ് നിന്ന് അവസാനം ലക്ഷ്മിയെ പോസിറ്റീവ് ആക്കി കൊടുത്തിട്ടുണ്ട്, ആദിലയെ നെഗറ്റീവ് ആക്കിയിട്ടും കൊടുത്തിട്ടുണ്ട്. ഈ ഒപ്പുവാരിയുടെ സംഭവവും പിന്നെ നമ്മുടെ ആദിലയുടെ ഇന്നത്തെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ആദില പക്ക നെഗറ്റീവ് ആയിട്ടുണ്ട്, പക്ഷേ ലക്ഷ്മിയുടെ പക്ക പോസിറ്റീവും ആയിട്ടുണ്ട്. ആദിലയുടെ വോട്ടുകൾ മുഴുവൻ ലക്ഷ്മിക്ക് മറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലക്ഷ്മിക്ക് ഇഷ്ടപ്രകാരം വോട്ടുകൾ വീണിട്ടുണ്ടായിരിക്കും, അതിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ ഞാൻ പറയാൻ വന്ന ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കോംബോ, അതായത് ടോം ആൻഡ് ജെറി കോംബോയായിരുന്നു അനീഷും ഷാനവാസും തമ്മിൽ. എനിക്ക് സത്യമായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോംബോയാണ് കേട്ടോ അത്. ടോം ആൻഡ് ജെറി കോംബോ അവർ രണ്ടുപേരുടെയും ഭയങ്കര ഇഷ്ടമുള്ളൊരു കോംബോ ആയിരുന്നു. പക്ഷേ അനീഷ് അവിടെ പിടികൊടുക്കാതെ നടക്കുന്നത് കാണാനായിരുന്നു സത്യത്തിൽ എനിക്കിഷ്ടം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പിടികൊടുക്കാതെ ആ ഫ്രണ്ട്ഷിപ്പ് മറച്ചു വെച്ചുകൊണ്ടുള്ള അവരുടെ ഒരു കോംബോ ഉണ്ടല്ലോ, അത് കാണാനായിട്ട് ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്നു. അപ്പോഴാണ് വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് അവിടെ ലാലേട്ടൻ ആ വാതിലൊന്ന് തുറന്നിടൂ, ആ ഫ്രണ്ട്ഷിപ്പ് മനസ്സിലാക്കൂ, ഏറ്റവും ഇഷ്ടം ആരെയാണ് ഫ്രണ്ട്സിനുകൾക്ക് വേണ്ടി മനസ്സ് തുറന്നിടുന്ന, വാതിൽ തുറന്നിടുന്ന എന്തൊക്കെ മോഹൻലാൽ വന്ന് പറഞ്ഞിട്ട് പോയി. അതിനുശേഷം അനീഷ് അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് തന്നെ ഞാനൊരു വീഡിയോ ചെയ്തതാണ്, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷിന്റെ ഗെയിം പ്ലാൻ പൊളിക്കാനുള്ള പരിപാടിയാണ് ബിഗ് ബോസ് അവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അനീഷ് അവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന അനീഷിനെ അവിടെ കോംബോ ഉണ്ടാക്കിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി അനീഷിന്റെ ഗെയിം പൊളിക്കാനുള്ള പദ്ധതിയാണ് ബിഗ് ബോസ് അവിടെ പ്ലാൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് ഞാൻ അന്ന് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നത്തെ എപ്പിസോഡ് കണ്ട സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ ബിഗ് ബോസ് അവിടെ റിയാസിനെ, പേര് അങ്ങോട്ടും തെറ്റുന്നുണ്ട്, റിയാസിനെ അവിടെ കൊടുത്ത ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഒരു 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് തമ്മിൽ, അതായത് അനീഷ് നമ്മുടെ ഷാനവാസിന്റെ അടുത്ത് ഐ ലവ് യു ഡിയർ ഫ്രണ്ട് എന്ന് പറയിപ്പിക്കണം എന്നുള്ളതായിരുന്നു. പിന്നെ രണ്ടാമത്തേത് പാട്ട് പാടിപ്പിക്കുക, കണ്ണാൻ തുമ്പി പോരാമോ എന്നുള്ള പാട്ട് 5 പേരെ കൊണ്ട് പാടിപ്പിക്കുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യനും ജിസേലും അനുമോളും നിന്നിട്ട് ഒരുമിച്ച് തോളത്ത് കൈയിട്ടിട്ടുള്ള ഒരു ഫോട്ടോ. ഈ 3 കാര്യങ്ങളും റിയാസ് അവിടെ സാധിച്ചു. സീക്രട്ട് ടാസ്ക് ആണ് കൊടുത്തത്, 3 കാര്യങ്ങൾ സാധിച്ചു. അക്കാര്യത്തിൽ റിയാസ് മിടുക്കനാണെന്ന് തന്നെ ഞാൻ പറയും. റിയാസ് അക്കാര്യത്തിൽ ബഹുമിടുക്കനാണ്. അത് നല്ല രസകരമായിട്ട് തന്നെ അത് സാധിച്ചെടുത്തിരുന്നു റിയാസ്. അക്കാര്യം അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു കാര്യം, അതായത് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിനെ കൊണ്ട് ഷാനവാസിന്റെ അടുത്ത് പറയിപ്പിക്കേണ്ട ആവശ്യകത അത് എന്തായിരുന്നു ബിഗ് ബോസിനെ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു. അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കല്ലേ. ആ ബിഗ് ബോസിന്റെ പ്ലാനിങ് എന്തായിരുന്നു എന്നുള്ളത്. അത് മാത്രമല്ല, ഇവര് രണ്ടുപേരെയും ഹൗസ് കീപ്പിംഗ് ക്ലീനിങ് ഈ ഒരു സെക്ഷനിലേക്ക് ഇവർ രണ്ടുപേരും ഇട്ടു. അതായത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് നടക്കണം എന്നുള്ള പ്ലാനിങ് കൃത്യമായിട്ട് ബിഗ് ബോസിന് ഉണ്ടായിരുന്നു. അവർ തമ്മിലുള്ള കോംബോ വർക്കൗട്ട് ചെയ്യണം, അവർ തമ്മിൽ കൂടുതൽ അടുക്കണം എന്നുള്ള ഒരു കാര്യം ബിഗ് ബോസിന് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് സംഭവിക്കുകയും ചെയ്തു. അനീഷ് അവിടെ റിയാസ് ഒക്കെ പേര് തെറ്റാണ്, ഷാനവാസുമായിട്ട് ഭയങ്കരമായിട്ട് ക്ലോസ് ആവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർ തമ്മിൽ ഒരു പ്രത്യേക കോംബോ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. ആ സമയത്താണ് ഇവിടെ റിയാസിനെ കൊണ്ട് ഇങ്ങനെ ഒരു ടാസ്ക് കൊടുപ്പിച്ച് അവിടെ അനീഷ് പറയുന്നത് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറയുന്നത്. അത് കാണാൻ തന്നെ എപ്പിസോഡിൽ ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്നു. അത് കാണുന്ന സമയത്ത് നമുക്ക് പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചിരി വരും, സന്തോഷം വരും. ആ ഇഷ്ടം കൊണ്ട് നമ്മൾ എന്ത് രസമാണ് അവരെ കാണാനായിട്ട്, ആ കോംബോ കാണാമെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോവും. സത്യമായിട്ടും എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിലെ ഒളിഞ്ഞിരിക്കുന്നത് വലിയൊരു ചതിയാണ്. അതിലൊളിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇവരുടെ ഈ കോംബോ ഹിറ്റായി കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന 3 വ്യക്തികൾ എന്ന് പറയുന്നത് ഒന്ന് അനു ആണ്, ഒന്ന് അനീഷാണ്, പിന്നെ ഒന്ന് ഷാനവാസാണ്. അതിലെ അനുവിന്റെ മാക്സിമം സ്ക്രീൻ സ്പേസ് കുറച്ച് അനുവിന്റെ കണ്ടന്റുകൾ മാക്സിമം കുറച്ചിട്ട് ഇപ്പൊ അനുവിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ തന്നെ കിട്ടുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇനി ഷാനവാസിനെയും അനീഷിനെയും അവരുടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയാണ് ഇപ്പൊ ബിഗ് ബോസ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ കോംബോ ഇഷ്ടപ്പെടുന്നവർ ഇവരെ ഫിനാലെ വരെ ഇങ്ങനെ തന്നെ കൊണ്ടുപോകും. ഫിനാലയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവരിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. ഇവിടെ വോട്ട് സ്പ്ലിറ്റിംഗ് നടക്കും. ഇവരിൽ 2 പേർക്കും വിജയിക്കാനുള്ള ചാൻസ് ഇല്ലാതാവും.
ആ ഒരു കാര്യമാണ് ബിഗ് ബോസ് ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉറപ്പായും ഇവരുടെ ഈ കോംബോ നിലനിന്ന് വന്നാൽ, ലാസ്റ്റ് നേരെ നിലനിന്ന് വന്നു കഴിഞ്ഞാൽ അത് 8ന്റെ പണിയാണ് മക്കളെ. നിങ്ങൾ ഫാൻസുകാർ സൂക്ഷിച്ചോ, അതിൽ 8ന്റെ പണിയാണ്. ഷാനവാസിനെയും പണിയാണ്, അനീഷിനെയും പണിയാണ്. അവരുടെ കോംബോ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവരുടെ ഫ്രണ്ട്ഷിപ്പും എനിക്കിഷ്ടമാണ്, എല്ലാം എനിക്കിഷ്ടമാണ്. അവരുടെ ടോം ആൻഡ് ജെറി കോംബോയും എനിക്കിഷ്ടമാണ്. പക്ഷേ ഈ പറയുന്ന എന്നോട് പോലും ചിലപ്പോൾ അവസാന സമയത്ത് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് കൺഫ്യൂഷൻ ആവും. കാരണം ഇവരുടെ കോംബോ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ വരും. അവിടെയാണ് ബിഗ് ബോസ് കളി കളിച്ചിരിക്കുന്നത്. അനീഷിന്റെ വോട്ട് കുറയ്ക്കാൻ അല്ലെങ്കിൽ ഷാനവാസിന്റെ വോട്ട് കുറയ്ക്കാൻ അനീഷിനെ കൂടുതൽ സപ്പോർട്ട് ഉണ്ടെന്ന് ബിഗ് ബോസിന് അറിയാം. അപ്പൊ അവരുടെ പ്ലാനിങ് വേറെ ആരെങ്കിലും വിജയിപ്പിക്കുക എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ അവിടെ ഫൈനൽ 5 വരുന്ന സമയത്ത് വോട്ട് സ്പ്ലിറ്റിംഗ് നടന്ന് ഇവരേക്ക് തീരെ വോട്ടില്ലാതെ ഇവർ പുറകോട്ട് പോകണം, ഇവർ വിചാരിക്കുന്ന ആൾക്കാർ മുന്നോട്ട് വരണം എന്നുള്ള പ്ലാനിങ് ഒക്കെ ആയിരിക്കാം ബിഗ് ബോസിന് അവിടെയുള്ളത്. ആ പ്ലാനിങ് വിജയകരമാക്കാനുള്ള ഒരു കൃത്യമായ പ്ലാനിങ് ഈ 40 ദിവസം കഴിഞ്ഞ ഈ സമയത്ത് തന്നെ ബിഗ് ബോസ് നടപ്പിലാക്കിയിരിക്കുകയാണ്. റിയാസിലൂടെ നടപ്പിലാക്കി എന്ന് പറയാം. അത് സക്സസ് ആവുകയും ചെയ്തു. അവിടെ അനീഷും ഷാനവാസും തമ്മിൽ അത്രയും ക്ലോസ് ആയിട്ടുണ്ട്. ഇനി ഇവർക്കിടയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് രണ്ടുപേരും ഈഗോന്റെ മൂർത്തിഭാവങ്ങളാണ്. ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇവർക്കിടയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവര് അടിച്ചു പിരിയും. അങ്ങനെ അടിച്ചു പിരിയാനുള്ള ഒരു ചാൻസ് വന്നാൽ അപ്പോഴും ഫാൻസിന്റെ ഇടയിൽ ഒരു ഫൈറ്റ് നടക്കും. അനീഷിന്റെ ഭാഗത്താണോ ശരി, ഷാനവാസിന്റെ ഭാഗത്താണോ ശരി എന്നുള്ള കൺഫ്യൂഷനിൽ അവിടെയും ഫാൻസിനിടയിൽ ഫൈറ്റ് നടക്കും. അപ്പോഴും അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടും. അതാണ് ഇപ്പൊ ബിഗ് ബോസ് നടത്തിയിരിക്കുന്ന ഏറ്റവും വലിയ പ്ലാൻ എന്ന് പറയുന്നത്. പ്ലാൻ ഇപ്പൊ സക്സസ് ആയിട്ടുണ്ട്. അനീഷിനെ സംബന്ധിച്ചിടത്തോളം, ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം അത് സക്സസ് ആയിട്ടുണ്ട്. പ്രേക്ഷകർക്കും അവരുടെ കോംബോ കാണാനായിട്ട് വളരെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് പ്രേക്ഷകരുടെ ഇത് വിജയിച്ചിട്ടുണ്ട്. പക്ഷെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്ത് സംഭവിക്കും എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇനിയിപ്പോ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇനി ആ കോംബോ ഒന്നല്ലെങ്കിൽ പിരിയണം, അല്ലാന്നുണ്ടെങ്കിൽ ആ കോംബോ അവസാനം വരെ അങ്ങനെ പോകുമ്പോൾ നമുക്ക് രസകരമായിട്ട് എന്തെങ്കിലുമൊക്കെ കാണാൻ സാധിക്കും. പക്ഷേ അത് 8ന്റെ പണിയാണെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പൊ നമുക്കറിയാം ഈ ഷാനവാസ് എല്ലാവരുടെ അടുത്ത് ഭയങ്കര അഗ്രഷനിൽ വഴക്ക് കൂടുന്ന ഒരു വ്യക്തിയാണ്. ആ വഴക്ക് കൂടുന്ന സമയത്ത് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ അനീഷ് ഷാനവാസിനെ തടയാനായിട്ട് ഇടയിൽ വന്നു നിൽക്കും, ഷാനവാസിനെ പിടിച്ചുകൊണ്ടുപോകും. അതുപോലെ തന്നെ അനീഷും അവിടെ അങ്ങനെ സംസാരിച്ചിങ്ങനെ അനീഷ് പിന്നെ അടിക്കാനൊന്നുമില്ല, ഭയങ്കര ഇതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തോളത്ത് കൈയിട്ടുകൊണ്ട് അവിടെ ഷാനവാസും അനീഷിനെ പിടിച്ചുകൊണ്ടത്. ആ ടോം ആൻഡ് ജെറി കോംബോ അവർ തമ്മിലുള്ള സമയത്ത് തന്നെയാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരുന്നത് എപ്പോഴും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓപ്പൺ നോമിനേഷൻ കഴിഞ്ഞ സമയത്ത് ഷാനവാസിനെ വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് അനീഷ്, ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ തമ്മിൽ ആ ഉള്ളിന്റെ ഉള്ളിൽ അവർ അത്രയും ഫ്രണ്ട്സ് ആയിരുന്നു, പുറമേക്ക് അത് കാണിക്കാതെ നിന്നിരുന്നു. പക്ഷെ ഇപ്പോഴവരത് പുറമേക്ക് കാണിക്കുക കൂടി ഇപ്പൊ ചെയ്തിരിക്കുകയാണ്. ആ ഒരുമിച്ച് നിന്ന് ഹൗസ് കീപ്പിംഗ് ചെയ്യുന്നതും ക്ലീനിങ് ചെയ്യുന്നതും ഒക്കെ അത്രയും ഒത്തൊരുമോടെ അവർ ഗെയിം പ്ലാനുകൾ പോലും പരസ്പരം സംസാരിച്ചുകൊണ്ട് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പോലും തുറന്ന് സംസാരിച്ചുകൊണ്ടാണ് അവരത് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പൊ പ്രേക്ഷകർക്ക് അത് കാണുന്ന സമയത്ത് ഇവർ രണ്ടുപേരോടും ഒരുപോലെ ഇഷ്ടം തോന്നും. ആ ഒരുപോലെ ഇഷ്ടം തോന്നുന്നത് അത് മുതലെടുപ്പാണ് ഇപ്പോൾ ബിഗ് ബോസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതെന്തായാലും സൂക്ഷിച്ചോ എന്നേ എനിക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ.